ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 11th ചാപ്റ്റർ ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവൽ വേൾഡ് എന്ന പാഠഭാഗത്തിലെ 185 തുടങ്ങി 190 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദിസ് ചാപ്റ്റർ ഡിസ്കസസ് ദ വേരിയസ് ഫോംസ് ഓഫ് പവർ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക ആൻഡ് ദെയർ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്. This chapter also discusses the achievements made in fields such as literature, science, philosophy, education and architecture across the continents of Asia, Africa and America. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്താണെന്ന് നിർവചിക്കുക. ആൻസർ: Feudalism was an economic, social and political system that emerged in medieval Europe following the collapse of the Western Roman Empire. The word feudalism is derived from the German word feud, which means a piece of land. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. നെക്സ്റ്റ് വൺ, there are 3 orders in the feudal system. What are they? ഫ്യൂഡൽ വ്യവസ്ഥയിൽ 3 ക്രമങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? ആൻസർ: 3 orders in the feudal system are clergy, nobles and peasants. ഫ്യൂഡൽ വ്യവസ്ഥയിലെ 3 ക്രമങ്ങളാണ് പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി? ഫ്യൂഡൽ സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ: ഇൻ ഫ്യൂഡലിസം ദ കിങ് ഓൺഡ് ഓൾ ദ ലാൻഡ്. The king gave the land he owned to the nobles. In return, the nobles pledged to be loyal to the king and to provide military assistance in times of need. The nobles had the power to form an army, administer justice, and mint their own currency. In the feudal system, the third order, the peasants, that supported the first and the second orders. ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും അവകാശം, ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു. രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു. ഇതിന് പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും ആവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്നത് മൂന്നാമത്തെ വിഭാഗമായ കർഷകരായിരുന്നു. Next one, there are 2 types of peasants in feudalism. Which are they? Tabulate their condition. ഫ്യൂഡലിസത്തിൽ 2 തരം കർഷകരുണ്ട്. അവർ ആരൊക്കെയാണ്? അവരുടെ അവസ്ഥ പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. The 2 types of peasants in feudalism are independent peasants, slaves. ഫ്യൂഡലിസത്തിലുള്ള 2 തരം കർഷകരാണ് സ്വതന്ത്ര കർഷകർ, അടിയാന്മാർ. ഇനി അവരുടെ കണ്ടീഷൻസ് ആണ്. They did not have their own land. ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. They had to work on the farms and in the houses of the nobles. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു. They did not receive wages. വേതനം ലഭിച്ചിരുന്നില്ല. They could not leave the land without the permission of the noble. പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what were the circumstances that led to the collapse of feudalism? ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ: ഫസ്റ്റ് വൺ, ക്ലൈമറ്റ് ചേഞ്ച്, അതായത് കാലാവസ്ഥാ വ്യതിയാനം. സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം. സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, രാജാധികാരം ശക്തിപ്പെട്ടത്. സ്പ്രെഡ് ഓഫ് ദി പാൻഡമിക് നോൺ ആസ് ദി പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്, അതായത് പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം. ദെൻ നെക്സ്റ്റ് വൺ, ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം. ലാസ്റ്റ് വൺ, ക്രൂസൈഡ്സ്, കുരിശുയുദ്ധങ്ങൾ. നെക്സ്റ്റ് വൺ, വൈ ഫ്രാങ്കിഷ് എംപയർ ഓർ കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി നോൺ ആസ് ദി ഹോളി റോമൻ എംപയർ? ഫ്രാങ്കിഷ് സാമ്രാജ്യം അഥവാ കരോലിഞ്ചിയൻ രാജവംശം എന്തുകൊണ്ടാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്? ആൻസർ: ദ വെസ്റ്റേൺ റോമൻ എംപയർ വാസ് കോൺകേർഡ് ബൈ ദി ഫ്രാങ്ക്സ്, എ ട്രൈബ് ഇൻ യൂറോപ്പ്. ദേ ഫൗണ്ടഡ് ദി ഫ്രാങ്കിഷ് എംപയർ. ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദിസ് എംപയർ വാസ് ഷാലമീൻ. വെൻ പോപ്പ് ലിയോ III വാസ് എക്സ്പെൽഡ് ഫ്രം റോം ബൈ ഹിസ് എനിമീസ്, Charlemagne defeated them and restored him as Pope. In return, the Pope crowned Charlemagne as the first Holy Roman Emperor. Therefore, this empire is also known as the Holy Roman Empire. യൂറോപ്പിൽ ഒരു ഗോത്രമായ ഫ്രാങ്കുകൾ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം കീഴടക്കി. അവർ ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചു. ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഷാലമീൻ ആയിരുന്നു. ലിയോ III പോപ്പ് ശത്രുക്കളാൽ റോമിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ പോപ്പായി പുനഃസ്ഥാപിച്ചു. പകരമായി പോപ്പ് ഷാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായി കിരീടധാരണം ചെയ്തു.
അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കരോലിഞ്ചിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ? കരോലിഞ്ചിയൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ, ദ കരോലിഞ്ചിയൻ സ്റ്റൈൽ വാസ് എ കോമ്പിനേഷൻ ഓഫ് ബൈസാൻറ്റൈൻ ആൻഡ് ഏൻഷ്യൻറ്റ് റോമൻ സ്റ്റൈൽസ്. ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ആർച്ച്ഡ് ഡോർവേസ്, ഡോംസ് ആൻഡ് മൊസൈക് ഫ്ലോർസ്. ബൈസാൻറ്റൈൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയായിരുന്നു കരോലിഞ്ചിയൻ ശൈലി. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളും ഇതിൻ്റെ സവിശേഷതകളാണ്. നെക്സ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഈസ്റ്റേൺ റോമൻ എംപയർ. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ചുരുക്കി വിശദീകരിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ, ദ ഈസ്റ്റേൺ റോമൻ എംപയർ എമർജ്ഡ് ഇൻ ദ ഈസ്റ്റ് ആഫ്റ്റർ ദ കൊളാപ്സ് ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ വിച്ച് വാസ് ബേസ്ഡ് ഇൻ റോം. ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. The old name of Constantinople was Byzantium. Therefore, this empire is also known as the Byzantine Empire. റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമ സാമ്രാജ്യം. ഇതിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാൻറ്റൈൻ എന്നായിരുന്നു. അതിനാൽ ഈ സാമ്രാജ്യം ബൈസാൻറ്റൈൻ സാമ്രാജ്യമെന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, what was the greatest contribution of Justinian, a famous ruler of the Eastern Roman Empire, to the world? കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിലെ പ്രശസ്ത ഭരണാധികാരിയായിരുന്ന ജസ്റ്റീനിയൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തായിരുന്നു? ആൻസർ, ജസ്റ്റീനിയൻസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് വാസ് ദി കോഡ് ഓഫ് ജസ്റ്റീനിയൻ. എ കമ്മിറ്റി ഓഫ് ജൂറിസ്റ്റ്സ് വാസ് ഫോംഡ് ടു കോഡിഫൈ ദ ലോസ്, jurisprudence and legal edicts that existed in the empire and to create a distinct law. The law thus compiled was the Corpus Juris Civilis. It had 3 parts: digest, code and institute. ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയൻ്റെ നിയമം. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായൊരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു: ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് പ്രൊഫറ്റ് മുഹമ്മദ് യൂണിഫൈ അറേബ്യ ആൻഡ് ബിൽഡ് അറബ് കൾച്ചർ? പ്രവാചകൻ മുഹമ്മദ് നബി അറേബ്യയെ ഏകീകരിച്ച് അറബ് സംസ്കാരം കെട്ടിപ്പടുത്തത് എങ്ങനെയാണ്? ആൻസർ, ദ അറേബ്യൻ പെനിൻസുല വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി അറബ്സ്. They were divided into many tribes and most of them led a nomadic life. Some groups that lived in cities were engaged in trade and agriculture. The Kaaba in Mecca was the center of pilgrimage for the Arabs. Prophet Muhammad united the warring Arab tribes. Despite initial resistance from Meccan merchants, Muhammad established a dual-centered state. With Medina as the administrative capital and Mecca as the religious heart, he successfully unified a large part of Arabia and built Arab culture. അറേബ്യൻ ഉപദ്വീപിൽ അറബികൾ അധിവസിച്ചിരുന്നു. അവർ പല ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും നാടോടി ജീവിതം നയിച്ചവരായിരുന്നു. നഗരങ്ങളിൽ താമസിച്ചിരുന്ന ചില വിഭാഗങ്ങൾ വ്യാപാരത്തിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. മക്കയിലെ കാബ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി യുദ്ധം ചെയ്യുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചു. മക്കയിലെ വ്യാപാരികളിൽ നിന്നുള്ള പ്രാരംഭ എതിർപ്പുണ്ടായിരുന്നിട്ടും മുഹമ്മദ് ഒരു കേന്ദ്രീകൃത രാഷ്ട്രം സ്ഥാപിച്ചു. മദീനയെ ഭരണ തലസ്ഥാനമായും മക്കയെ മതകേന്ദ്രമായും ഉപയോഗിച്ച് അദ്ദേഹം അറേബ്യയുടെ വലിയൊരു ഭാഗത്തെ വിജയകരമായി ഏകീകരിക്കുകയും അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി കാലിഫേറ്റ് റൂൾ ഇൻ അറേബ്യ ആഫ്റ്റർ ദി പ്രൊഫറ്റ് മുഹമ്മദ്. മുഹമ്മദ് നബിക്ക് ശേഷമുള്ള അറേബ്യയിലെ ഖലീഫ ഭരണത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. The successors of Prophet Muhammad who came to power after his death were known as caliphs. Their rule is called the caliphate. A caliph was both the religious leader of Islam and the head of the Arab state. During the period of the first 4 caliphs, the capital of the Arab empire was Medina. The early caliphs were Abu Bakr, Umar, Usman and Ali. മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഖലീഫമാർ എന്നറിയപ്പെട്ടു. അവരുടെ ഭരണമാണ് ഖലീഫ ഭരണം. ഖലീഫ ഇസ്ലാം മതാധ്യക്ഷനും അറബ് രാഷ്ട്രത്തിന് തലവനുമായിരുന്നു. ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മദീനയായിരുന്നു. ആദ്യകാല ഖലീഫമാരായിരുന്നു അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഉമയ്യാദ് ഡൈനാസ്റ്റി. ഉമയ്യാദ് രാജവംശത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം.
Muawiyah, the governor of Syria, seized power following the insecurity that arose after the death of the fourth Caliph Ali. The dynasty he founded was the Umayyad dynasty. They moved the capital to Damascus in Syria. Abd al-Malik, the caliph of the Umayyad dynasty, emphasized Arabhood. നാലാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഉമ്മയാദ് രാജവംശം. അവർ തലസ്ഥാനം സിറിയയിലെ ദമാസ്കസിലേക്ക് മാറ്റി. ഉമയ്യാദ് വംശത്തിലെ ഖലീഫയായിരുന്നു അബ്ദ് അൽ മലിക്. അദ്ദേഹം അറബ് സ്വത്വത്തിന് ഊന്നൽ നൽകി. നെക്സ്റ്റ് വൺ, ഹു വാസ് ദ കാലിഫ് ഓഫ് ദ ഉമയ്യാദ് ഡൈനാസ്റ്റി ദാറ്റ് എംഫസൈസ്ഡ് അറബ്ഹുഡ്? അറബ് സംസ്കാരത്തിന് പ്രാധാന്യം നൽകിയ ഉമയ്യാദ് രാജവംശത്തിലെ ഖലീഫ ആരായിരുന്നു? ആൻസർ, അബ്ദ് അൽ മാലിക്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് അറബ്ഹുഡ് എംഫസൈസ്ഡ് ബൈ ദി കാലിഫ് അബ്ദ് അൽ മാലിക്. ഖലീഫയായിരുന്ന അബ്ദ് അൽ മാലിക്കിൻ്റെ അറബ്ഹുഡ് എന്ന ആശയം നിർവചിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, മെയ്ഡ് അറബിക് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി ഭരണഭാഷയാക്കി. നെക്സ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റഡ് ദ ഇസ്ലാമിക് കറൻസി സിസ്റ്റം. ഇസ്ലാമിക് നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ദെൻ നെക്സ്റ്റ് വൺ, ബിൽഡ് ദ ഡോം ഓഫ് ദ റോക്ക് ഇൻ ജെറുസലേം. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചു. നെക്സ്റ്റ് വൺ, വിച്ച് ഡൈനാസ്റ്റി കെയിം ഇൻ ടു പവർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അബുൾ അബ്ബാസ് ബൈ ഓവർത്രോയിങ് ദ ഉമയ്യാദ് ഡൈനാസ്റ്റി? ഉമയ്യാദ് രാജവംശത്തെ അട്ടിമറിച്ച് അബുൾ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന രാജവംശം ഏതാണ്? ആൻസർ, അബ്ബാസിഡ്സ്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.